ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാ ടേസ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വഴുതനങ്ങ വെച്ച് ഒരു സ്പെഷ്യൽ അച്ചാറാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി ഒരു 9 വഴുതനങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് വഴുതനങ്ങ മുറിച്ചെടുക്കാം. ഞാനിവിടെ വട്ടത്തിൽ മുറിച്ച് അത് ഉപ്പുവെള്ളത്തിലാണ് ഇടുന്നത്. ഇപ്പോൾ എല്ലാ വഴുതനങ്ങയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് 2-3 പ്രാവശ്യം നന്നായി ഒന്ന് കഴുകിയെടുക്കാം. വഴുതനങ്ങയുടെ കറ പോവാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതൽ പ്രാവശ്യം കഴുകിയെടുക്കുന്നത്. ഇനി കഴുകിയെടുത്ത വഴുതനങ്ങയിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മഞ്ഞൾപ്പൊടിയും ഉപ്പും പുരട്ടിയതിന് ശേഷം നമുക്കിത് വെയിലത്ത് വെച്ചൊന്ന് ഉണങ്ങിയെടുക്കാം. ഒരു ദിവസത്തെ വെയിൽ കൊണ്ട് ഇത് നന്നായി ഉണങ്ങി കിട്ടും. ഇപ്പോൾ വഴുതനങ്ങ എല്ലാം നല്ലതുപോലെ ഉണങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ നന്നായി ചൂടാകുമ്പോൾ ഉണങ്ങി വെച്ചിരിക്കുന്ന വഴുതനങ്ങ എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ചെറുതായി ഒന്ന് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാ ഉണങ്ങി വെച്ചിരിക്കുന്ന വഴുതനങ്ങയും നമുക്കിതുപോലെ വറുത്തെടുക്കാം. അതിനുശേഷം ഒരു കടായി വെച്ച് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂണും കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് ഈ കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഗ്രേവി ഒന്ന് നന്നായി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി വഴുതനങ്ങയും ഗ്രേവിയും കൂടി നന്നായി ഒന്ന് മിക്സ് ആവണം. എങ്കിൽ മാത്രമേ വഴുതനങ്ങയ്ക്ക് എരിവും പുളിയുമെല്ലാം നന്നായി പിടിക്കുകയുള്ളൂ. രണ്ട് മിനിറ്റ് നന്നായി തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ വഴുതനങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു.